ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A2Z ടിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഒരു മിനിരത്ന കമ്പനിയായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അണ്ടർ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കീഴിലുള്ള ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള റിക്രൂട്ട്മെൻറ്റ് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബെസിൽ വിളിച്ചിരിക്കുന്നത് കോൺട്രാക്റ്റ് ബേസിസ് ആണ് വിളിച്ചിരിക്കുന്നത്. 10/7/2019 മുതൽ 25/7/2019 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഈ തസ്തികയിലേക്ക്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന് മുമ്പ് തന്നെ 25/7/2019 മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കോൺട്രാക്റ്റ് ബേസിസാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൊത്തം 2684 ഒഴിവുകളുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വേക്കൻസിയും അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. സ്കിൽഡ് മാൻ പവർ ആസ് പെർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് വിളിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ITI ഉണ്ടായിരിക്കാം. IT ഇലക്ട്രിക്കൽ ട്രേഡ് ഓർ വയർമാൻ ആസ് എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ NCVTO ഓർ SCVTO അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിഗ്രി ഇൻ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഓർ വിത്ത് ഷോർട്ട് പ്രോസസ് ഓവർഹെഡ് സർട്ടിഫിക്കറ്റ് ഓർ ഇലക്ട്രിക്കൽ സേഫ്റ്റി. ഇവിടെ പറഞ്ഞ ITI ഇലക്ട്രിക്കൽ ട്രേഡിലോ വയർമാൻ ട്രേഡിലോ ITIയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരുന്നാലോ അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഹിന്ദി ഇംഗ്ലീഷും എഴുതാനും അതുപോലെ വായിക്കാനും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് 2 year എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 year എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. പിന്നെ പറഞ്ഞത് 18 to 45 വയസ്സ് വരെയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാനും കഴിയും. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ക്വാളിഫിക്കേഷൻ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെടും. മൊത്തം ഈ ഒരു തസ്തികയിലേക്ക് 1336 വേക്കൻസികളാണ് വരുന്നത്. ഇതിൻ്റെ മിനിമം സാലറി പറഞ്ഞ ഗവൺമെൻറ് ഓഫ് ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ചാർട്ട് പ്രകാരം മിനിമം വേതനം എന്നാൽ 9381 രൂപയായിരിക്കും. പിന്നെ അൺസ്കിൽഡ് മാൻ പവർ ആസ് പെർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ 8th പാസ് 8ാം ക്ലാസ് പാസ്സായിരിക്കുക. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ലെവലോ അതില്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 8th പാസ്സായവർക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് അറ്റ്ലീസ്റ്റ് 1 year എക്സ്പീരിയൻസും വേണം. ഇലക്ട്രിക്കൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട 1 year എക്സ്പീരിയൻസ് പ്രിഫറബിളാണ് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കും ഹിന്ദിയും ഇംഗ്ലീഷും വായിക്കാനും അതുപോലെ എഴുതാനും അറിഞ്ഞിരിക്കണം. 18 to 45 വയസ്സാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വയസ്സ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1342 ഒഴിവുകൾ ഇവർക്കുണ്ട്. 7613 മിനിമം വേതനം ഉണ്ടായിരിക്കാം. മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ കൺസൾട്ടൻറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ BTech ഇലക്ട്രിക്കൽ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 5 year എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. BTech ഉണ്ടായിരിക്കാണ് യോഗ്യത. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല, മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല. അപ്പം 4 വേക്കൻസി അതിലേക്കുള്ളത് 30,000 to 50,000 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി കൂടാനും സാധ്യതയുണ്ട്. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് BCom MCom MBA ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അറ്റ്ലീസ്റ്റ് 5 year എക്സ്പീരിയൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് EPF ESI ആൻഡ് ടാക്സേഷൻ 5 year എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 20,000 to 30,000 വരെയാണ് സാലറി. 2 വേക്കൻസികളുള്ളത്. അപ്പോൾ ഇത്രയും വേക്കൻസിയാണ് മൊത്തം 2684 ഒഴിവുകളുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. www.becil.com എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 500 രൂപയായിരിക്കും രജിസ്ട്രേഷൻ ഫീസ്. നോർമൽ ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും 500 രൂപയും SC ST കാറ്റഗറിക്ക് 250 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് നെഫ്റ്റോ RTGS ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 25/7/2019. അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ ഡെയിലി വരുന്ന ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ ഡിസ്ലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.